കാന്തപുരം പ്രദേശം കേരളത്തിൽ ഏറെ പ്രസിദ്ധമായ ഒരു ഗ്രാമമാണ്. വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിലാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുന്നത്. ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നാസർ എസ്റ്റേറ്റ് മുഖം നജീബ് കാന്തപുരവും കാർത്തല മർക്കസിൽ പഠിച്ചവരാണ്. അതെൻ്റെ ജന്മസ്ഥലമാണ്. ഞാൻ എൻ്റെ കൊച്ചുനാളിൽ ഫുട്ബോൾ കളിച്ചിരുന്ന സ്ഥലത്താണ് സമസ്തയുടെ ആ സ്ഥാപനം ഇന്ന് നിലനിൽക്കുന്നത്. ഇവർ രണ്ടുപേരും അവിടെ പഠിതാക്കളായി വരുമ്പോഴൊക്കെ ഞാൻ അവരുമായി ഏറെ ബന്ധം പുലർത്തുകയും കാണുകയും അവരെക്കുറിച്ച് വാചാലമാകുകയും ഒക്കെ ചെയ്തതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ ശ്രദ്ധേയരായ MLA-മാരിൽ ഒരാളാവാൻ പ്രിയപ്പെട്ട നിങ്ങളുടെ നാട്ടുകാരൻ നജീബ് കാന്തപുരത്തിനും സാധിച്ചു. അദ്ദേഹം അവിടെ വരുമ്പോൾ എതിരാളികൾ സൂചിപ്പിച്ചിരുന്നത് അവരുടെ കോട്ടയിലാണ് നജീബ് വരുന്നത്. അങ്ങനെയാണ് ഫറോവയുടെ കൊട്ടാരത്തിലാണല്ലോ മൂസ വളർന്നത്. അങ്ങനെയാണ് നജീബ് കാന്തപുരവും അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിയായ സന്തോഷമുണ്ട് കാന്തപുരം പ്രദേശത്ത് വരുമ്പോൾ. ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒക്കെ നാടായ ഈ പ്രദേശത്ത് ഉണ്ണിക്കുളത്തിൻ്റെ അതുപോലെ റസാഖ് മാഷൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രിയപ്പെട്ട തങ്ങൾ, ഞാനിത് ആവർത്തിക്കുന്നില്ല. മുസ്ലിം ലീഗിന് ഏറെ വളക്കൂറുള്ള മണ്ണാണിവിടെ. അങ്ങനെ എല്ലാ നിലക്കും പ്രസിദ്ധമായ കാന്തപുരം പ്രദേശത്ത് എത്തിപ്പെടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷവും കൃതജ്ഞതയും ഖാലിക്കായ റബ്ബിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാ. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾക്ക് നൽകിയ ഈ സ്വീകരണ മഹാസമ്മേളനം എന്തുകൊണ്ടും ധന്യമാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നമുക്ക് എത്തിപ്പെടാൻ കഴിയാതിരുന്ന പല പ്രദേശങ്ങളും നമ്മുടെ കയ്യിലായിരിക്കുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൈമെയ് മറന്ന് ഒരു കയ്യായി, ഒരു മെയ്യായി, ഒരു രാഗമായി, ഒരു താളമായി പ്രവർത്തിച്ചപ്പോൾ ജനാധിപത്യ ചേരിക്ക് ഉജ്ജ്വലമായ വിജയമാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഐക്യത്തിലാണ് ശക്തിയുള്ളത്, അതിലാണ് നന്മയുള്ളത്. അതുകൊണ്ട് തന്നെ ആ നന്മയിലായിരിക്കണം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മുസ്ലിം ലീഗിന് നിർബന്ധമുണ്ട്. വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിക്കുക എന്നുള്ളത് മഹത്തരമാണ്. പ്രിയപ്പെട്ട നജീബ് കാന്തപുരം ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി അദ്ദേഹത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. പിണറായിയുടെ കണ്ണിൽ ഞങ്ങൾ രണ്ടാളും ചെറുതാണെങ്കിലും മോശക്കാരല്ല എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും വളരെ സന്തോഷമുള്ളൊരു ചടങ്ങിലാണ് നമ്മൾ നിലനിൽക്കുന്നത്.